ഞാൻ അന്ന് പോയിട്ടില്ലായിരുന്നെങ്കിൽ നഷ്ടം എനിക്ക് തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്നേ ദിവസം വീട്ടിലാണെന്നുണ്ടെങ്കിൽ എന്റെ പാസ്റ്റിനെ പറ്റിയിട്ടായിരിക്കും അധികം ചിന്തിക്കുക. ഒന്നും നടന്നില്ല, ഇതുവരെ ഒന്നും ആയിട്ടില്ല, ഇത്രയും കാലങ്ങളായില്ലേ, വിചാരിച്ച കാര്യങ്ങളൊന്നും, പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും വിചാരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അടുത്ത ചിന്ത ഫ്യൂച്ചറിനെ പറ്റില്ല, ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ നടക്കുമോ, നാളെ അത് റെഡി ആവുമായിരിക്കും, ഇങ്ങനെയൊക്കെ ഓരോ ചിന്തകളാണ്. അപ്പൊ പ്രസന്റിൽ നമ്മൾ ജീവിക്കുന്നേ ഇല്ല. ഞാൻ നല്ല കുറച്ച് ആളുകൾക്ക് അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ പോകണമെന്ന് വിചാരിച്ചൊരു യാത്ര. പക്ഷെ ഞാനത് പോയപ്പോൾ അന്ന് ഞാൻ പാസ്റ്റിനെ പറ്റിയിട്ടോ ഫ്യൂച്ചറിനെ പറ്റിയിട്ടോ ഒന്നും ചിന്തിച്ചിട്ട്. അപ്പോൾ പിന്നെ എന്താ അറിയാം പറയാതെ തന്നെ ഫൈൻ പറയും. വീടിന്റെ EMI എങ്ങനെയായിട്ട് നിനക്കറിയോ? EMI എങ്ങനെയായിട്ട് അറിയോ? ഇല്ല ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കിം ഗ്ലോ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. ചെറിയൊരു ട്രാവൽ വ്ളോഗാണ്. ഞാൻ ഇൻട്രോ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ നിങ്ങൾ ട്രാവൽ ചെയ്യുക. അത് വലിയ യാത്ര ആയിക്കോട്ടെ, ചെറിയ യാത്ര ആയിക്കോട്ടെ. കാരണം ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡൊക്കെ നല്ല റിലാക്സ് ചെയ്ത് പോകുന്ന ഒരു സംഭവം, നല്ല അടിപൊളി ഒരു സംഭവമാണ് ഈ ട്രാവലിംഗ് എന്നുള്ളത്. കാരണം ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം മുന്നേ ഞാനൊരു ട്രാവൽ എറണാകുളം വരെ പോയതാണ് സംഭവം. അങ്ങനെ ദീർഘദൂര യാത്രയൊന്നുമല്ല, എറണാകുളം വരെ പോയതാണ്. അപ്പോൾ ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു യാത്രയാണ്. ഞാൻ അന്ന് പോയിട്ടില്ലായിരുന്നെങ്കിൽ നഷ്ടം എനിക്ക് തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്നേ ദിവസം വീട്ടിലാണെന്നുണ്ടെങ്കിൽ എന്റെ പാസ്റ്റിനെ പറ്റിയിട്ടായിരിക്കും അധികം ചിന്തിക്കുക. ഒന്നും നടന്നില്ല, ഇതുവരെ ഒന്നും ആയിട്ടില്ല, ഇത്രയും കാലങ്ങളായില്ലേ, വിചാരിച്ച കാര്യങ്ങളൊന്നും, പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും പോയപ്പോൾ അന്ന് ഞാൻ പാസ്റ്റിനെ പറ്റിയിട്ടോ ഫ്യൂച്ചറിനെ പറ്റിയിട്ടോ ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ഓൺലി പ്രസന്റ്. അവരെ കൂടെ അന്ന് മൊത്തം എൻജോയ് ചെയ്തു. രാവിലെ മുതൽ രാത്രി വരെ അവരെ കൂടെ എൻജോയ് ചെയ്തു. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ട്രാവൽ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നിങ്ങൾ പാഴാക്കരുത് എന്നുള്ളത്. അപ്പം പിന്നെ എന്താ പറയുന്നത്, അത് അപ്പം ഞാനത് പോവില്ല എന്ന് വിചാരിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാല്, അത് ഒരു ഒഫീഷ്യൽ കാര്യത്തിന് വേണ്ടി ചേച്ചി പോകുന്നത്. അപ്പോൾ അവൾ വിളിച്ചതായിരുന്നു ചോദിച്ചതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, കാരണം ഇവർ കൂടെ ഉള്ളവരൊന്നും എനിക്ക് അറിയില്ല. അപ്പം ഇവരൊക്കെ കരിയർ കൗൺസിലേഴ്സ് ക്ലാസ് എടുക്കുന്ന ആളുകളൊക്കെ. അപ്പം ഞാൻ എങ്ങനെ അത് സെറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ അടങ്ങിയിരുന്ന് പോവാത്തൊരു ആളാണ്, അങ്ങനെ അടങ്ങിയിരിക്കാത്ത ഒരാളാണ്. അപ്പം എങ്ങനെ അവരെ കൂടെ സെറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ ഇരുന്ന് പോകേണ്ടി വരുന്നു. പക്ഷെ കുഴപ്പമില്ല, നല്ല ആളുകൾ, കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ആയിട്ടുള്ള കുറച്ച് ആളുകൾ, നല്ല ടീമിന്റെ കൂടെ അന്ന് യാത്ര ചെയ്തു. തിരിച്ചു വരുമ്പോഴൊക്കെ ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അന്ന് ആദീഷ് എന്ന് പറഞ്ഞ ഏട്ടനാണ് വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവര് നല്ല നല്ല നീറ്റിൽ വേറെ തട്ടുമുട്ടലുകളൊന്നും ഇല്ലാതെ കൊണ്ടുവന്നു. അപ്പോൾ അവരുടെ ഒരു താങ്ക്സ് പറയണല്ലോ. പിന്നെ ഉള്ളത് നമ്മുടെ കൂടെയുള്ള പേരൊന്നും ഞാൻ പറയുന്നില്ല, അത്രയും ആളുകൾ. ഞാൻ അവർക്കും കംഫർട്ടബിൾ ആയി നടന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ എനിക്കും അവരൊക്കെ ഓക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ എന്റെ ചേച്ചിയുടെ അടുത്ത് താങ്ക്സ് പറയുന്നു. ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഡെസ്പായി പോകുന്ന ഒരു ദിവസമായിരുന്നു. അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സമയങ്ങളൊക്കെ ട്രാവൽ ചെയ്യാം എന്ന് പറഞ്ഞു പറയുന്നു. അങ്ങനെ വലിയ ഇതൊന്നല്ല, വലിയ ട്രാവൽ ബ്ലോഗ് ഒന്നല്ല കേട്ടോ അത്. അങ്ങനെ ചെറുത് ഞങ്ങൾ പോയതിന്റെ കുറച്ച് വിഷലാക്കി ഇട്ടുന്നുള്ളൂ. നമ്മൾ കോഴിക്കോട്ടുകാർക്ക് നമ്മളെ ജില്ല വിട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല ഫുഡ് എവിടെ കിട്ടും എന്നുള്ളതിലാണ് പിന്നെയുള്ള ടെൻഷൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരൂർ ചമ്രവട്ടത്തുള്ള ഗണപതി ഭവനിലാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഇറങ്ങിയത്. നല്ല ഫുഡായിരുന്നു കേട്ടോ. മസാല ദോശയും കോഫി വടയൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളെ ടീമിൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ ഫുഡൊക്കെ നല്ല ആസ്വദിച്ച് നല്ല അടിപൊളിയായിട്ട് അവർ കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ മനസ്സും വയറൊക്കെ അങ്ങോട്ടും നിറഞ്ഞു. അപ്പം ഞങ്ങൾ 9:30 വീണ്ടും യാത്ര തുടർന്നു. ഞാൻ വിചാരിച്ചു ഈ കാറും ജീപ്പും മാത്രമേ വീഡിയോ എടുക്കാണ്ടാവുള്ളൂ. അപ്പോഴാണ് ഇതാ ഇങ്ങനെ ഒരു സീൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പം തന്നെ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ കൊച്ചി എടപ്പള്ളിയിലുള്ള ശ്രീ ആര്യാസിലെത്തിയിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ. പ്യുവർ വെജാണ്. മോശം പറയരുതല്ലോ, ഫുഡ് വളരെ മോശമായിരുന്നു. സാമ്പാർ പിന്നെന്തൊക്കെയൊക്കെയോ മൊത്തം എരിവോടെരിവ്. എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് ഈ ചമ്മന്തിപ്പൊടിയും നെയ്യ് ഒഴിച്ച് മാത്രം ഇഷ്ടപ്പെട്ടു.
അങ്ങനെ ഇതാ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പം കിങ്ഫ്ര ഹൈടെക് പാർക്ക് കളമശ്ശേരി എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കേട്ടോ നമ്മളെ പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ പ്രോഗ്രാം. ഏകജാലക കേന്ദ്ര നവദിശ 2024-25 മന്ത്രി പി രാജീവ് സാറാണ് ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. സ്നേഹാദരപൂർവ്വം നവദിശ 2024-25 സ്വാഗതം ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും, നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ആദ്യമായി സ്വാഗതം പറയുന്നു. അതോടൊപ്പം തന്നെ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വരുന്ന വഴിക്ക് ഏതോ ഒരു അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ പരിപാടിയാണ് കേട്ടത്. ഇതൊക്കെ ഞാൻ ഇവിടെ ആദ്യമായിട്ട് കാണാൻ, ഞങ്ങൾ കോഴിക്കോട് നിന്നൊന്നും ഇത് കണ്ടിട്ടില്ല. പിന്നെ ഇതാ നമ്മൾ അടുത്ത കലാപരിപാടി, ഇനി ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. കല്ലുമ്മക്കായ എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട് അവിടെ. അയ്യോ ഇതിന്റെ വാശേരിയാണിത്. വാശേരി നമ്മൾ ഏകദേശം 1 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ എത്തുന്നത് നൈറ്റ്. അപ്പോൾ അതാ ഓരോരുത്തരെ ടാറ്റ പറഞ്ഞ് ഇങ്ങനെ പോവുക, നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ട്. പറയണ്ടല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? സൂപ്പർ.